ക്ലോസ് എൻകൗണ്ടറിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ലീഗ് ബന്ധത്തെ ചൊല്ലി AP EK വിഭാഗങ്ങൾ തമ്മിലുള്ള വടംവലിയിൽ ആര് വിജയിക്കും? തിരുകേശ വിവാദത്തിൽ കാന്തപുരം സമുദായത്തിനുള്ളിൽ ഒറ്റപ്പെട്ടോ? വനിതാ കോഡ് ബിൽ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെ? പിണറായി വിജയൻ അധിക്ഷേപിച്ച പോലെ AP വിഭാഗം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ പറ്റിച്ചോ? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പ്രതികരിക്കുന്നു ക്ലോസ് എൻകൗണ്ടറിൽ. നമസ്കാരം ശ്രീ കാന്തപുരം. ലീഗുമായി നല്ല ബന്ധം എപ്പോൾ മുതലാണ് തുടങ്ങിയത്? ലീഗ് എന്ന അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവരുമായി ഒരിക്കലും ബന്ധം വിട്ടുപോയിട്ടില്ല. രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഞങ്ങൾ ആരെയും അടുപ്പമോ അതല്ലെങ്കിൽ ദൂരമോ നോക്കാറും ഇല്ല. എങ്കിലും അവർ ആദ്യമായി ലീഗ് രണ്ടായി പിരിയുകയും അതിൽ ഞങ്ങൾ രണ്ട് വിഭാഗത്തെയും ഞങ്ങളുടെ പരിപാടികളിലേക്ക് ക്ഷണിക്കുകയുമെല്ലാം ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ അതിൽ സംബന്ധിക്കുകയില്ല, മറ്റുള്ളവർ സംബന്ധിക്കും. അങ്ങനെ വന്ന് ഞങ്ങളെ ഇവർ ഒരു ഭാഗം ആക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ആ നിലയിലാണ് ഞങ്ങൾ അകന്നുപോയത്. ആ കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ ചില സമ്മേളനങ്ങളിൽ ജനങ്ങൾ പങ്കെടുക്കാൻ പാടില്ലെന്ന ലീഗിൻ്റെ പ്രഖ്യാപനമുണ്ടാവുകയും ആ പ്രഖ്യാപനം ജനങ്ങൾ ചെവിക്കൊള്ളാതെ വളരെ ശക്തമായി സമ്മേളനം വിജയിപ്പിക്കുകയും ചെയ്തു. അതുമുതൽ ഞങ്ങൾ ലീഗുമായി ബന്ധം വിട്ട നിലയിൽ വന്നു. അതിൽ ജനങ്ങൾ അതിൽ ഇടപെടുകയും രണ്ട് വിഭാഗമാക്കി തിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾ ഒരു ഭാഗത്തും നിന്നില്ലെങ്കിലും ലീഗിൻ്റെ വിരോധം ഉണ്ട് എന്ന് തോന്നുന്ന വിധത്തിൽ ഇവിടെ അനുഭവിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. താങ്കളുടെ വിശദീകരണത്തിൽ നിന്ന് ഇതിന്റെ ഉത്തരവാദിത്വം ലീഗിന് അല്ലെങ്കിൽ അമൂർത്തമായി ജനങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനാണ് കൽപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷേ സമസ്തയുടെ പിളർപ്പ് പിന്നീടുള്ള അനന്തരകാലം ഇതിലൊക്കെ കർക്കശമായി ലീഗിനെതിരെയും ലീഗ് നേതൃത്വത്തിനെതിരെയും വിമർശനം ഉന്നയിച്ചിട്ടുള്ള വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ വന്നപ്പോൾ ലീഗിൻ്റെ ചില നേതാക്കൾ ബിദ്അത്തുകാർ പുത്തൻ പ്രസ്ഥാനക്കാർക്ക് അനുകൂലമായി അവരുടെ പത്രങ്ങൾ ഉപയോഗപ്പെടുത്താൻ അനുവദിച്ചു കൊടുക്കുകയും പ്രവർത്തനങ്ങൾ സൗകര്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ ലീഗുമായി ഏറ്റുമുട്ടുന്ന ഒരവസ്ഥ തന്നെ വന്നു. പിന്നീട് അടുത്ത കാലത്ത് ഞങ്ങൾ മനസ്സിലാക്കിയത് ലീഗ് അടിസ്ഥാനത്തിലല്ല, മുസ്ലിം സമുദായം ഇവിടെ ഒറ്റക്കെട്ടായി നിൽക്കണം. ഇവിടെ എല്ലാ വിഭാഗം ആളുകളും അവരുടെ പ്രാതിനിധ്യത്തിന് വേണ്ടി ഗവൺമെന്റിലും അല്ലാതെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ മുസ്ലിം സമുദായത്തിന് മുസ്ലിം സമുദായം എന്ന നിലയിൽ കിട്ടാവുന്ന എല്ലാ നേട്ടങ്ങളും ലഭിക്കണമെങ്കിൽ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ എതിർപ്പുകളിൽ നിന്ന് അവർ പിന്മാറിയപ്പോൾ മാറുന്നതോടുകൂടി ഞങ്ങളും പിന്മാറി എന്നതാണ് സത്യം. എന്ന് പറയുമ്പോൾ ഈ എതിർപ്പിന്റെ കാലഘട്ടം അവസാനിക്കുന്നത് ലീഗ് മുൻകൈ എടുത്ത് എതിർപ്പിന്റെ ഭാഷയിൽ നിന്ന് അവർ പിന്മാറിയതിനെ തുടർന്നാണ്. ലീഗ് മുൻകൈയെടുത്തു എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളും അവരും ഒരേ മനസ്സിൽ ഒത്തുചേർന്ന് വന്നു എന്നതാണ് സത്യം. ഇതിപ്പോൾ അടുത്ത കാലത്തെ കാര്യമാണോ താങ്കൾ പറയുന്നത്? അത് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ അവസാന കാലത്തുള്ള സംഭവമാണ് ഞാൻ പറയുന്നത്. പക്ഷേ പിന്നീട് താങ്കൾ ഇടതുപക്ഷ സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന നിലയാണ് ഉണ്ടായിരുന്നത്. താങ്കൾ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിലെ വിവിധ വിഭാഗങ്ങൾ ഐക്യപ്പെടേണ്ടതുണ്ട്, അങ്ങനെ ഒരു സമുദായം എന്ന നിലയിൽ ഭരണത്തിൽ നിന്ന് നേടിയെടുക്കേണ്ട അവകാശങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട് തുടങ്ങിയ രാഷ്ട്രീയ ആശയങ്ങളുണ്ടല്ലോ. അതിന്റെ അടിത്തറ ലീഗ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഒരുക്കിയതായിരുന്നില്ലേ? അതിനോട് സഹകരിക്കുകയായിരുന്നില്ലേ? ആ നിലപാട് അവസരവാദപരമായിരുന്നില്ലേ? ഇല്ല, തികച്ചും അങ്ങനെയല്ല. ലീഗ് അങ്ങനെ ഒരു പ്രത്യേകമായ നിലപാടുകൾ ഒരുക്കി ഞങ്ങളുമായി സംസാരിക്കുകയോ ഞങ്ങളുമായി ഒരു പ്രത്യേകമായ സഖ്യം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അവർ ഞങ്ങളോട് വോട്ട് ചോദിച്ചിട്ടുണ്ട്. ചോദിക്കുമ്പോൾ ഞങ്ങളുടെ നിബന്ധനയും ഇവിടെ കക്ഷിത്വമില്ലാതെ ഏകപക്ഷീയമായി പ്രവർത്തിക്കാതെ
നിഷ്പക്ഷമായി എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന പക്ഷം ഞങ്ങളിവിടെ സൗഹൃദമായി നീങ്ങും എന്നാണ് അവരോടുണ്ടായിരുന്ന കണ്ടീഷൻ. എന്ന് പറയുമ്പോൾ ഏകപക്ഷീയമായി പെരുമാറരുത് എന്ന സൂചന അതിൽ അടങ്ങിയിരിക്കുന്നത് ചേളാരി സമസ്ത എന്ന് നിങ്ങൾ അധിക്ഷേപിക്കുന്ന വിഭാഗത്തിന് ലീഗിലുള്ള പ്രാമാണികതയുണ്ട്. അത് ഈ സഹകരണത്തിന് തടസ്സമാകരുത് എന്നാണ് എന്ന് തന്നെയാണ് അതിന്റെ പ്രധാനമായ ഒരർത്ഥം. അത് തന്നെയാണ്. പക്ഷേ ശ്രീ കാന്തപുരം, ഇത് നിങ്ങൾ നിശ്ചയിക്കുന്നിടത്ത് തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്നു. ഇവിടെ എങ്ങനെയാണ് നിങ്ങളെ ഈ വന്ന് കാണുന്നവർ വിശ്വസിക്കുക? പിണറായിയോട് പറഞ്ഞ് സഹായിക്കുക, മുസ്ലിം ലീഗ് നേതൃത്വത്തോട് പറഞ്ഞ് സഹായിക്കുക. ഇലക്ഷനിൽ പിണറായിയോ അവരുടെ അനുയായികളോ അവരുടെ ബന്ധപ്പെട്ടവരോ ആരും ഞങ്ങളെ കണ്ട് സംസാരിക്കുകയോ സഹായം അഭ്യർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല. അതിന്റെ അടിസ്ഥാനം എന്താണ്? ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ വിശ്വാസമുണ്ടായിരുന്നു, അത് കിട്ടിയില്ല എന്നതുകൊണ്ടാണ് നിങ്ങൾ വഞ്ചിച്ചു എന്ന് പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിക്കൊണ്ട് പിണറായി വിജയൻ പ്രതികരിച്ചത്. വഞ്ചിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ, ആ വാചകമില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് ഞങ്ങളാണ് ഇവിടെ ഇലക്ഷനിൽ വിജയവും പരാജയവും തീരുമാനിക്കേണ്ടത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ഒരു അതിശയോക്തി അതിലില്ല. പല ഘടകങ്ങളിൽ ഇടത് പക്ഷം പ്രതീക്ഷിച്ചിരുന്ന പിന്തുണയ്ക്കുന്ന മേഖലകളിൽ ഒരു പ്രധാനപ്പെട്ട വിഭാഗമായ താങ്കൾ പാലം വലിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഇല്ല, പാലം വലിച്ചു എന്ന് പറയണമെങ്കിൽ ഞങ്ങളും അവരുമായി ഒരു വാഗ്ദത്തം വേണം. അങ്ങനെ ഒരു വാഗ്ദത്തം ഉണ്ടായിട്ടില്ല. മറിച്ച് അതിന്റെ മുമ്പുള്ള ഇലക്ഷനിൽ അവർ ഞങ്ങളോട് കൂട്ടായി ആവശ്യപ്പെടുകയും വാഗ്ദത്തം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇലക്ഷനിൽ അങ്ങനെ അവർ ഉറച്ചിരുന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഞങ്ങളോട് അവർ അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഏത് മേഖലയിലാണ് നിങ്ങളുമായി നിസ്സഹകരിച്ചത്? വളരെ താല്പര്യപൂർവ്വം നിങ്ങളുമായി സഹകരിക്കുകയാണ് ചെയ്തത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് എത്ര സ്കൂളുകളാണ് താങ്കൾക്ക് അനുവദിച്ചത്? അനുവദിച്ചത് പലതുമുണ്ട്, അനുവദിക്കാത്തതും ധാരാളമുണ്ട്. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെ താങ്കളുടെ നിലപാടിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നത് താങ്കളെ പറ്റി, എവിടെ നിന്നാൽ കൂടുതൽ കിട്ടും അവർക്കൊപ്പം പോകും. അതാണോ നിലപാട്? അത് തികച്ചും തെറ്റാണ്. ഞങ്ങൾ എവിടെയാണോ ഉള്ളത് അവർക്ക് കൂടുതൽ കിട്ടും എന്നതാണ് ശരി. കഴിഞ്ഞ ഇലക്ഷനിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ആരും വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങൾ വളരെ ശക്തമായ എതിർപ്പായിരുന്നു. അതുകൊണ്ട് ഒറ്റ മുസ്ലിം ലീഗുകാരനും ജയിക്കാതെ അവർ തോറ്റുപോയി. അവരുടെ ഏറ്റവും വലിയ നേതാവടക്കം തോറ്റുപോയി എന്നതും സത്യമാണ്. ഈ പ്രാവശ്യം അങ്ങനെയല്ല. അവർ ജയിച്ചു വന്നിട്ടുള്ളത് ഞങ്ങളുടെ പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇവിടെ ഒരു ഭാഗത്ത് പോലും താങ്കളും അതുവരെ താങ്കൾ സഹകരിച്ചു വന്ന ഇടതുപക്ഷവുമായുള്ള ഭിന്നിപ്പിന്റെ ഒരു മേഖല പോലും പുറത്തു വരുന്നില്ല. എവിടെയായിരുന്നു അഭിപ്രായ വ്യത്യാസം? ഇല്ല, ഇടതുപക്ഷവുമായി ഞങ്ങൾ ഭിന്നിപ്പ് വന്നിട്ടില്ല. ഇപ്പോഴും ഭിന്നിപ്പ് വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിലാണ് അവർക്ക് ഏറ്റവും സഹായം കിട്ടേണ്ടത്. അവിടെ സഹായം കിട്ടാതിരിക്കുകയും ഭിന്നിപ്പ് ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ അവർ വ്യക്തമായ ഒരു സഹായം ഞങ്ങളോട് അഭ്യർത്ഥിക്കാത്തത് കൊണ്ട് ഞങ്ങൾ വ്യക്തമായി ആരോടും പറഞ്ഞിട്ടും ഇല്ല. പക്ഷേ ഇടതുപക്ഷ നേതൃത്വത്തിന് അറിയില്ല ഇങ്ങനെ കാന്തപുരത്തോട് ഞങ്ങൾ അങ്ങോട്ട് പോയി കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടില്ല. കാന്തപുരത്തെ സ്വാധീനിക്കാനാകട്ടെ ലീഗ് നേതൃത്വം കിണഞ്ഞ് പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇടപെടാതെ ഇരുന്നു എന്നാണോ? തികച്ചും അങ്ങനെയാണുള്ളത്. അവർക്കറിയാം ലീഗിന്റെ ആളുകൾ വരുന്നുണ്ട്. ഞങ്ങളത്തെ എല്ലാവരും വരാറുണ്ട്. എല്ലാ ഇലക്ഷനിലും വരും. എന്റെ ചോദ്യം, പിണറായി വിജയൻ അന്ന് മുൻകൈ എടുക്കുകയും ഒരു ധാരണ നിങ്ങൾ തമ്മിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നുവെങ്കിൽ തടസ്സം വിന കാന്തപുരം വിഭാഗം മുൻപ് എന്ന പോലെ ഇടത് ഐക്യത്തിന് ബലം തരുന്ന തരത്തിലുള്ള നിലപാട് കൈക്കൊള്ളുമായിരുന്നു. അദ്ദേഹം ഇടപെട്ടിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹത്തോട് പറയാമായിരുന്നു. അത് പറഞ്ഞിട്ട് അദ്ദേഹം സമ്മതിക്കുകയായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്യാമായിരുന്നു. പിണറായി സമ്മതിക്കുകയോ സമ്മതിക്കാതിരിക്കുകയോ ചെയ്യുമായിരുന്ന വിഷയങ്ങൾ അപ്പോൾ താങ്കളുടെ മനസ്സിലുണ്ട്. അത് ലീഗ് നേതൃത്വം സമ്മതിച്ചു എന്ന ഉറപ്പും താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത്? അതിപ്പോൾ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് പിണറായിക്കും കാന്തപുരത്തിനും ലീഗ് നേതൃത്വത്തിനുമിടയിൽ കൈമാറപ്പെടേണ്ട ഒരു രഹസ്യമല്ല. രഹസ്യമല്ല, പരസ്യമായി തന്നെ അവസരം വരുന്ന സമയത്ത് ഞങ്ങൾ പറയുകയും ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു കക്ഷി ചേരാനോ ഒരു വിഭാഗം ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിക്കാനോ ഉദ്ദേശിക്കുന്നില്ല. കക്ഷി ചേരുന്നതിന്റെ വിഷയമല്ല ഇത്. നിങ്ങൾ ഒരു വിഭാഗത്തിൽ നിന്ന് മറ്റൊരു വിഭാഗത്തിലേക്ക് സഹകരണത്തിന്റെ ചുവട് മാറ്റുന്നു, പ്രത്യേകിച്ച് കാര്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടാതെ. ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് അതിന് ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. ഒരു സമുദായത്തിന്റെ പ്രതിനിധിയാണ് താങ്കൾ. ആ സമുദായ ക്ഷേമത്തിന് ഉതകുന്ന എന്തെങ്കിലുമൊക്കെ ഉപാധികളായിരിക്കും താങ്കൾ മുന്നോട്ട് വെച്ചിട്ടുമുണ്ടാവുക. അത് പരസ്യപ്പെടുന്നതിൽ എന്താണ് തെറ്റ്? അതെ, അത് ഇപ്പോൾ പരസ്യപ്പെടുത്തുന്നതിൽ യാതൊരു ഗുണവും ഇല്ല എന്ന് പറയുമ്പോൾ അത് ഇതുവരെ നേടിയെടുത്തിട്ടില്ല. ആ താങ്കളുടെ ഉപാധികൾ ഇപ്പോഴും ഈ ഭരണത്തിൽ പങ്കാളിയായിരിക്കുന്ന ലീഗിന്റെ പരിഗണനയിലാണ്. ചിലതെല്ലാം അവരുടെ പരിഗണനയിലാണ്. അവർ
അത് അനുസരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. താങ്കൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ പ്രതികരിക്കാം. ഇവിടെ മുഖ്യമന്ത്രി എത്തി, ഇബ്രാഹിം കുഞ്ഞും മുനീറും ഒക്കെ എത്തി, മർക്കസിലെത്തുന്നു എന്ന് പറയുമ്പോൾ അത് നൽകുന്ന സന്ദേശം വളരെ പ്രധാനമാണ്. തീർച്ചയായും അവർ ചെയ്യുമെന്ന പ്രതീക്ഷയാണ്. ഇപ്പോൾ സമസ്തയുമായി ഉള്ള ഒരു അഭിപ്രായ വ്യത്യാസം ലീഗിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാരണക്കാരനാണ് എന്റെ മുന്നിലിരിക്കുന്നത്. ഈ ഘട്ടത്തിലും താങ്കളുടെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറ? ഈ ചേളാരി സമസ്തക്കാര് അവരത്ര അംഗങ്ങളൊന്നുമില്ല. പക്ഷെ പഴയ കാലത്ത് ലീഗിന്റെ കൂടെ ഒട്ടിച്ചേർന്ന് നിന്നവർ എന്ന നിലക്ക് ലീഗിന് പരസ്യമായി അവരെ എതിർക്കാൻ ചിലപ്പോൾ കഴിയാതെ വരാം. ഞങ്ങൾക്ക് ലീഗ് അവരെ എതിർക്കണമെന്ന് ആഗ്രഹവും ഇല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങൾ ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റ് എന്ന നിലക്ക് ചെയ്യേണ്ടത് ചെയ്തു തരണമെന്നത് മാത്രമേ ഉള്ളൂ. അത് അവർ ചെയ്തു തരുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പ്രതികരണം വന്നിരിക്കുന്നത് സമസ്തയെ വേദനിപ്പിക്കില്ല എന്നാണ്. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കും, അത് ചർച്ചയിലൂടെ പരിഹരിക്കുകയും ചെയ്യുമെന്നാണ്. വ്യക്തമാണ്, കാന്തപുരത്തെ വെറുപ്പിക്കാതെ സമസ്തയോട് ചില കാര്യങ്ങൾ പിൻവാതിൽ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നല്ലേ? അതെ, ഞങ്ങളെ വെറുപ്പിക്കാതെ ഞങ്ങളെ ആവശ്യങ്ങൾ നിർവഹിച്ചു തന്നുകൊണ്ട് മറ്റുള്ളവരെയും വെറുപ്പിക്കാതെ പോകുമെന്നായിരിക്കും അവരുടെ വാക്കിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വിരോധമില്ല. 24 സീറ്റിൽ മത്സരിച്ചു, 20 ലീഗ് വിജയിച്ചു. എത്രയിടത്ത് കാന്തപുരത്തിന്റെ ശക്തിയാൽ ലീഗ് ജയിച്ചു? ഞങ്ങളുടെ ശക്തിയാൽ തന്നെയാണ് ലീഗ് ജയിച്ച എല്ലാ മണ്ഡലങ്ങളും. ഞങ്ങളെ ശക്തി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ 1-2 സീറ്റ് അവർക്ക് കിട്ടുമായിരുന്നു. അല്ല, പരസ്യമായി ഞങ്ങൾ അതിനെ എതിർത്തിരുന്നുവെങ്കിൽ 2 അല്ലെങ്കിൽ 3 സീറ്റിൽ കവിഞ്ഞ് അവർക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. ആകെ 2 സീറ്റിൽ ജയിക്കും, 2-3 സീറ്റിൽ ജയിക്കും എന്ന് പറയുമ്പോൾ UDF അധികാരത്തിൽ പോലും വരില്ലായിരുന്നു, ഉറപ്പ്. ഞാൻ ഈ പറയുന്നത് ലീഗുകാരും കേൾക്കുമല്ലോ. കേൾക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അവരെ മുന്നിൽ ഇരുത്തിക്കൊണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാം. കേരളത്തിലെ ഭരണമാറ്റത്തെ ഇത്തവണ നിശ്ചയിച്ചത് കാന്തപുരമാണ്. ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ഇവിടെ ഭരണം മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയവും അതിലില്ല.